ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്ന സ്കിച്ചൻ. അപ്പോൾ ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് കപ്പ ബിരിയാണിയാണ്. അപ്പോൾ ഇത് എല്ലാ മലയാളികൾക്കും ഇഷ്ടമുള്ള ഫേവറേറ്റ് ഫുഡായിരിക്കും അല്ലേ. എനിക്കും അതേ, ഭയങ്കര ഇഷ്ടമാണ് കപ്പ കഴിക്കാൻ. അപ്പോൾ കപ്പയും ബീഫും കൂടെ ആകുമ്പോൾ പിന്നെ പറയും വേണ്ട, നല്ല കിടു കോമ്പിനേഷൻ അല്ലേ. അപ്പോൾ നമുക്ക് ഈ കപ്പ ബിരിയാണിയുടെ റെസിപ്പി നോക്കാം. അപ്പോൾ അതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന റെഡ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് അതിൽ ഓളും കൂടെ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷനും പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ ഇതിനു വേണ്ടി 1 കിലോ ബീഫ് ഞാൻ എടുത്ത് കഴുകി ക്ലീൻ ചെയ്ത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഞാൻ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുന്ന കേട്ടോ, സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മല്ലിപ്പൊടിയാണ്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ബീഫ് വെച്ച ശേഷമാണ് ഞാനിതൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അത് ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് സമയമൊന്നും ഇതിന് ആവശ്യമില്ല. ഒരു സവാള ചെറുതായി മുറിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ സമയത്ത് മുളക് പൊടി ചേർത്തിട്ടില്ല കേട്ടോ, ഞാൻ ഇങ്ങനെ തന്നെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ കപ്പ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഫ്രോസൺ കപ്പയാണ്. അപ്പോൾ ഇത് തിളച്ച വെള്ളത്തിലോട്ട് ഇട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാൻ പോവാണ്. ഈ കപ്പയും ഞാനിവിടെ 1 കിലോ തന്നെയാണ് എടുത്തത്. ഇറച്ചിയും 1 കിലോ തന്നെയാണ് എടുത്തത്. അപ്പോൾ ഈ കപ്പയിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു മഞ്ഞ കളറ് കിട്ടും, അതിന് വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഈ വെള്ള കളറിൽ പുഴുങ്ങിയെടുക്കുകയാണെങ്കിൽ അതിൽ വരുമ്പോഴും അതിൻ്റെ കളറിനൊരു വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഈ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് വെന്ത് വന്നാലും ആ കളറ് കിട്ടുമ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ ഇതൊന്ന് വേവിക്കാൻ വേണ്ടി ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക കേട്ടോ. നമ്മുടെ ബീഫും ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കപ്പ ഇപ്പോൾ തിളച്ച് വന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒന്ന് കപ്പ ഒന്ന് കുത്തി നോക്കുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും. കണ്ടോ, നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാട് വെന്ത് ഉടഞ്ഞു പോകുന്നു ചെയ്യരുത്. അപ്പോൾ നമ്മൾ ബീഫ് കൂട്ടി മിക്സ് ചെയ്യുമ്പോൾ അതൊരു കുഴഞ്ഞ പോലെ ഇരിക്കും. അപ്പോൾ ഈ ഒരു പാകത്തിനായിട്ട് കപ്പ ഊറ്റി മാറ്റിയെടുക്കുക. ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോയ ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ഉടച്ചെടുക്കുമ്പോൾ ഈ ബീഫുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ അത് കഴിക്കാൻ തന്നെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അല്ലെങ്കിൽ കപ്പൊക്കെ വേറെ വേറെ ആയിട്ട് നിൽക്കും. അത് മാത്രമല്ല, നമ്മളിത് അതിലേക്ക് ഇട്ട ശേഷം ഉടക്കുകയാണെങ്കിൽ അതെല്ലാം കുഴഞ്ഞ പോലെ ഇരിക്കും. അപ്പോൾ കപ്പ ആദ്യം തന്നെ ഒന്ന് ഉടച്ചെടുക്കുക. ഇനി ഞാനൊരു പാത്രത്തിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ ആണ് ഇതിന് ടേസ്റ്റ് എന്ന് പറയുന്നത്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ചതക്കൊന്നും വേണ്ട കേട്ടോ, ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് വഴന്ന് വരട്ടെ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അപ്പോൾ കറിവേപ്പില കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊള്ളാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ എരിവിന് വേണ്ടി പച്ചമുളക് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇത് കാശ്മീരി ചില്ലിയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഇനിയിപ്പോൾ ഇതില്ല എന്നുണ്ടെങ്കിൽ സാധാരണ മുളക് പൊടി തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ, നമുക്ക് എരിവിന് ആവശ്യം ഉണ്ടാവും. ഇനി ആ ബീഫ് വേവിക്കാൻ വെച്ചിട്ടില്ലായിരുന്നു, അതും കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ബീഫ് ഇപ്പം നല്ല കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലധികം ഞാൻ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ലായിരുന്നു. വെള്ളം ഒഴിക്കാതെയാണ് ബീഫ് വെച്ചിട്ടുണ്ടായത്. അതിൻ്റെ അകത്തുനിന്ന് വെള്ളം മാത്രമാണ് ഇതിലുള്ളത്. അപ്പോൾ ആ ബീഫ് ആ വെള്ളത്തോട് കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ വെളിച്ചെണ്ണയിൽ ചേർത്ത് കുറച്ച് മുളക് പൊടി ചേർക്കുമ്പോൾ ഈ ബീഫ് ഉണ്ടാക്കി കഴിയുമ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും, നല്ലൊരു കളറും ഉണ്ടാവും. കപ്പയ്ക്ക് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയാണ് ആ സമയത്ത് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ ഉടച്ച് വെച്ച കപ്പ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് സമയം അത്
കപ്പയെല്ലാം ഇട്ട് ഇങ്ങനെ അടച്ചു വെക്കുക. അതിനുശേഷം ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാൻ പോവാണ്. നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ കഴിക്കാൻ കൊതി തോന്നുന്ന ഒരു സ്മെല്ലാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു സാധനം കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ആദ്യം മിക്സ് ചെയ്തെടുക്കട്ടെ. പിന്നെ കുത്തി ഉടയ്ക്കരുത് കേട്ടോ, അപ്പോൾ അതിങ്ങനെ കുഴമ്പ് പോലെ ഇരിക്കും. അതിനേക്കാളും ടേസ്റ്റ് ഇങ്ങനെ കഴിക്കാനാണ്. അപ്പം നമ്മൾ വേറെ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഈ ബീഫിലുള്ള വെള്ളം ഇതിലേക്ക് പരണ്ട് പിടിച്ചോളും. ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കുക. കാരണം ഇത് കപ്പ ബിരിയാണിയല്ല, അപ്പോൾ ബിരിയാണിക്ക് ബിരിയാണിയുടെ ഒരു ഫ്ലേവർ കിട്ടണ്ടേ. അപ്പോൾ അതിന് വേണ്ടി ഒരു ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബിരിയാണി പൊടി എന്നാണ് നമ്മൾ കോഴിക്കോട്ടുകാർ പറയുന്നത്. അപ്പോൾ ബിരിയാണി പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നല്ലപോലെ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ല് വരുന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനൊന്ന് കഴിച്ച് നോക്കിയായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. അപ്പം നിങ്ങൾ കണ്ടതല്ലേ ഞാൻ എത്ര പെട്ടെന്നാണ് ഇത് ഉണ്ടാക്കി കഴിഞ്ഞത്. കാരണം നമ്മൾ ഇറച്ചി ഒരു ഭാഗത്ത് വേവിക്കാൻ വെക്കുമ്പോഴേക്ക് ഇപ്പുറത്തെ സൈഡിൽ കപ്പയും കൂടെ വേവിക്കാൻ വെച്ചു. അപ്പോൾ നമ്മുടെ പണിയൊക്കെ വേഗം ഈസി ആയിട്ട് കഴിഞ്ഞു. ഇനി ഞാനിതിൻ്റെ മേലേക്ക് കുറച്ച് സവാള കട്ട് ചെയ്തതും അതുപോലെ കുറച്ച് മുളക് കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിതൊന്ന് കഴിച്ച് നോക്കാൻ പോവാണ്. അടിപൊളിയാണ് കേട്ടോ. നല്ല എരിവും പുളിയും എല്ലാം ഉണ്ട്. നല്ല ടേസ്റ്റും ഉണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണിത്. നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് കൊടുക്കുക. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ജസ്നാസ് കിച്ചൻ.